ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്നൊരു ജിം ടൂറായിട്ടാണ് കേട്ടോ വന്നേക്കണേ. അപ്പോൾ ഇനി വാമപ്പ് ചെയ്യാനുള്ള മടി കൊണ്ട് ഞാൻ ആദ്യം ഓടിച്ചെന്ന് കയറിയത് സൈക്കിളാണ് കേട്ടോ. വന്നെന്നെ ശല്യപ്പെടുത്തണേ കേട്ടോ നിങ്ങൾ കാണണേ. അപ്പോൾ എന്നോട് അവൻ പറയുന്നുണ്ട് നമുക്ക് വാമപ്പ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി വാമപ്പ് ചെയ്യാനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വാമപ്പ് കുറേ ചെയ്തായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചവൻ വീഡിയോ ഓണാക്കാൻ പറഞ്ഞത് ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോ കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ സിറ്റപ്പ് ചെയ്യാനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണണേ. സിറ്റപ്പ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാമപ്പിലുള്ളതില്ലെങ്കിൽ സിറ്റപ്പാണ് ഇഷ്ടം, കാരണം അതിന് വലിയ പണിയൊന്നുമില്ല. പിന്നെ ഫസ്റ്റ് പറഞ്ഞു നമുക്ക് പുഷപ്പ് എടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ പുഷപ്പ് എടുക്കാനായിട്ടാണ് നിങ്ങളെ കാണണേ. എനിക്ക് പുഷപ്പ് എടുക്കാൻ ഭയങ്കര മടിയാണ് ഗൈസ്, കാരണം ഭയങ്കര വേദനയാണല്ലോ. അപ്പോൾ എന്നോട് അവൻ പറഞ്ഞ് സാരില്ല, അവനാ എന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ പുഷപ്പിനൊക്കെ വേണ്ടിയിട്ട്. അവനുള്ളതുകൊണ്ട് ഒരു 10 പുഷപ്പൊക്കെ ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ 10 പുഷപ്പ് എടുത്തപ്പോൾ ഞാനൊരുമാതിരിയായി ഗൈസ്. അവൻ ഞാൻ നോക്കുമ്പോൾ തേടാ അവൻ 10 പുഷപ്പല്ല 50 അല്ല, അതും കഴിഞ്ഞെടുക്കാൻ നോക്കണേ കേട്ടോ ഗൈസ് കാണണേ. അവൻ നന്നായിട്ട് പുഷപ്പൊക്കെ എടുക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ജിമ്മിൽ വന്നെ. എന്നെ ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അത്രയും ദൂരം, അതായത് ഒരു 16 കിലോമീറ്ററെങ്കിലും അവൻ എല്ലാ ദിവസവും ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഭയങ്കര മടിയാണ് വർക്കൗട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അവൻ കൂടി ഉണ്ടെങ്കിൽ ഞാനൊന്ന് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും. അതുകൊണ്ടിട്ട് അവൻ എല്ലാ ദിവസവും എനിക്ക് വേണ്ടിയിട്ടാണ് ഒരു 16 കിലോമീറ്ററോളം യാത്ര ചെയ്ത് വന്നത്. അപ്പോൾ ഇതേപോലെയുള്ളൊരു പാർട്ട്ണർ കിട്ടിയ ഞാൻ ലക്കിയല്ലേ ഗൈസ്. ബ്രസ്റ്റ് തന്നെ പുഷപ്പൊക്കെ കഴിഞ്ഞ് അവൻ വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയിട്ടാ. ഞാൻ നോക്കുമ്പോൾ അവൻ പുഷപ്പ് കഴിഞ്ഞ് 5 സെക്കൻഡ് പോലും റെസ്റ്റ് എടുത്തില്ല. അപ്പോൾക്ക് അവൻ്റെ പുള്ളപ്പ് തുടങ്ങി. അവൻ ഒരു മെഷീനിൽ കയറി പുള്ളപ്പ് തുടങ്ങി കഴിഞ്ഞ് അത് കഴിഞ്ഞ് അപ്പുറത്തും പുള്ളപ്പ് എടുക്കാൻ വേണ്ടി നടക്കണായിട്ട് കാണണേ. അവന് ഭയങ്കര ഇഷ്ടം പുള്ളപ്പും പുഷപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അവൻ നന്നായിട്ട് വർക്കൗട്ടും ചെയ്യുവേ. അപ്പോൾ എനിക്ക് ഒരു സപ്പോർട്ടില്ലാണ്ട് പുള്ളപ്പും പുഷപ്പൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടിട്ട് ഞാൻ അവൻ്റെ ഹെൽപ്പ് കൊണ്ടിട്ട് പുഷപ്പും പുള്ളപ്പൊക്കെ എടുക്കണേ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് ചെറിയൊരു സെൽഫിയൊക്കെ എടുത്തു, ചെറിയൊരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് നടക്കണേ കേട്ടോ. അപ്പോൾ നമ്മുടെ പുഷപ്പും പുള്ളപ്പും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യാൻ വെച്ചു. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യണത് ലാറ്റ്സ് പുൾ ഡൗൺ ആണ് കേട്ടോ. അത് ഞാൻ ഇതിനേക്കാളും കുറച്ചും കൂടെ വെയിറ്റൊക്കെ ഇട്ട് അടിക്കും, പക്ഷെ ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ വെയിറ്റ് ഇട്ടെടുക്കാൻ പറ്റണില്ല. എന്നാലും ഞാൻ കഷ്ടപ്പെട്ടായാലും ഞാൻ ചെയ്യാനുണ്ട്, എടുക്കണമുള്ളൂ. അത് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യണോണ്ട് അവനും ലാറ്റ്സ് പുൾ ഡൗൺ കളിക്കുന്നതാണ് കേട്ടോ. അവൻ കുറച്ച് വെയിറ്റ് കൂട്ടിയിട്ടടിക്കും, നന്നായിട്ടൊക്കെ കളിക്കും കേട്ടോ. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും. എന്നെ പോലെ ഒന്നുമില്ല, ഞാൻ ഭയങ്കര പഠിച്ചു. എനിക്ക് വർക്കൗട്ട് ചെയ്യാനേ മടിയാണ്. പിന്നെ ഇവൻ ജിമ്മിൽ വന്നുകൊണ്ടിട്ട് മാത്രം ഞാൻ ഇങ്ങനെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യണം കേട്ടോ. അത് കഴിയുമ്പോൾ പിന്നെ ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ ജിമ്മിൽ വന്നേക്കണേ. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളിപ്പോഴാണ് ജിമ്മിൽ വന്നേക്കണേ കേട്ടോ. ഞാൻ വിചാരിച്ചു എനിക്ക് ലെഗിന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വലിയ വെയിറ്റ് ഇട്ടൊന്നും കളിക്കില്ലെങ്കിലും ഒരു കുറച്ച് മിനിമത്തിലിട്ട് ഞാൻ കളിക്കും. അപ്പം എനിക്ക് വെയിറ്റ് ഇട്ട് കളിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഒന്ന് കളിച്ചു. അപ്പം ഞാനിപ്പോൾ ലെഗ് റേസിങ് ആട്ടോ കളിക്കുന്നത്. ലെഗ് റേസിങ് എനിക്ക് കാലിലെ മസിലൊക്കെ വലുതാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എപ്പോൾ നോക്കിയാലും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെയിറ്റൊന്നും ഇട്ടിട്ടില്ല, വെറുതെ അടിക്കണുള്ളൂ. ഞാനൊരുമാതിരി ക്ഷീണിച്ച് അങ്ങനെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പയ്യെ ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ വർക്കൗട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കണമായിരുന്നു. അപ്പോഴേക്കും ഞാൻ വീക്കായി. അങ്ങനെ അവൻ്റെ വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്തിരുന്നവൻ ട്രൈസെപ്സിനും ബൈസെപ്സിനും അതിനും മറ്റിനും മറിച്ചിനും എല്ലാത്തിനും അവൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. എനിക്ക് പിന്നെ കുറച്ച് മടി കൂടുതലുള്ളതുകൊണ്ട് ഞാൻ പയ്യെ ലാഗ് അടുപ്പിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ പിന്നെ ആ ഗ്യാപ്പ് വന്നില്ലേ. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ വർക്കൗട്ടൊക്കെ ചെയ്ത് പയ്യെ അങ്ങനെ ചെസ്റ്റിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരുമാതിരി ക്ഷീണിച്ച്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ബ്രസ്റ്റ് ഒരുമാതിരി വീട്ടിൽ കൊണ്ടാക്കിനെ പോലെ അങ്ങോട്ടും നടക്കണേ. ബാഗ് എടുത്തിട്ട് വരണത് കണ്ട് അപ്പം എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. കാരണം എനിക്ക് വലിയൊരു സർപ്രൈസാണ് ബ്രസ്റ്റ് തന്നെ. മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും. പതിയെ ഞാൻ തൊടുന്നതും അവളോമായും തീരാതെ ഉള്ളിലീളമഞ്ഞിൻ ചൂട് നൂറോളം നിന്റെ ചിറകിന് ചേരും.
ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ റിസ്റ്റിനോട് പറഞ്ഞെങ്കിൽ നമുക്ക് കുറച്ച് പോസ് ചെയ്യാം, ഗിഫ്റ്റ് കിട്ടിയ എൻ്റെ സന്തോഷത്തെ നമുക്ക് പോസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും റിസ്റ്റിനും കൂടെ പോസ് ചെയ്യാനാണ് കേട്ടോ ഇത്. അവൻ നന്നായിട്ട് പോസൊക്കെ ചെയ്യും, കാരണം അവൻ 2-3 കോമ്പറ്റീഷനൊക്കെ പോയായിരുന്നു. എനിക്ക് അങ്ങനെ പോസ് ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ. എന്നാൽ എന്നെ കൊണ്ടാവണ വിധത്തിൽ ഞാൻ അവൻ്റെ പിടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പോസൊക്കെ ചെയ്തായിരുന്നു. അവന് പിന്നെ 6 പാക്കൊക്കെ ഉണ്ട്, എനിക്ക് പാക്കുമില്ലൊന്നുമില്ല. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ജിം ടൂറിൻ്റെ വിശേഷങ്ങൾ. ഓക്കെ, ടാറ്റ ബൈ. ഓക്കെ, സീ യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.